അകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഈ പോകുന്ന റോഡൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ദൈവമേ ഇവൻ ഇത് ഏത് കാട്ടുമുക്കിലാണ് കിടന്ന് ഓടുന്നതെന്ന്. ആക്ച്വലി അങ്ങനെയല്ല കേട്ടോ. ഒരു സമയം അവിടെ ട്രിവാൻഡ്രത്ത് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ട് ആയിരുന്നു. ട്രിവാൻഡ്രത്ത് മിനി പൊന്മുടി എന്നാണ് ഈ പ്ലേസിനെ അറിഞ്ഞിരുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പലർക്കും മനസ്സിലായി കാണും. അതെ, വെള്ളയാണിക്കൽ പാറയിലേക്കാണ് ഇന്നത്തെ നമ്മളെ വ്ളോഗ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെയാണ് എനിക്ക് യാത്ര കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എന്നെ ഈ വഴി കൊണ്ടുപോയത് ഗൂഗിൾ മാപ്പ്. സ്പെഷ്യൽ താങ്ക്സ് ടു ഗൂഗിൾ മാപ്പ്. ഇതുപോലത്തെ വഴികളൊക്കെ ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇപ്പൊ നമുക്ക് പട്ടികളൊക്കെ റോഡിൽ കിടന്ന് എന്നെ നോക്കുന്നുണ്ട്. ദൈവമേ, ഇതുവഴിയൊക്കെ വണ്ടി പോവോ? ഇത് ഏത് വേട്ടാവെളിയിലാണ് ഇതുവഴി വണ്ടി എടുത്തോണ്ട് വന്നേക്കുന്നതെന്ന്. റോഡെന്ന് പറഞ്ഞാൽ അത്ര ശോചനീയ അവസ്ഥയാണ്. കാര്യം ടാറൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നിലും ടാറ് കാണാനില്ല. കല്ലും മെറ്റലും മാത്രമേ കാണാനുള്ളൂ. ശിവനെ, ഇത് യാതൊരു ജില്ല. അങ്ങനെയുള്ള ഒരു റോഡാണ്. വണ്ടിയുടെ വീല് കംപ്ലീറ്റ് പോയി കിട്ടി. അതുകൊണ്ട് ഗൂഗിൾ മാപ്പ് നോക്കി അധികം പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. നല്ല ഏതെങ്കിലും വഴി ആരോടെങ്കിലും ചോദിച്ചു പോവുക, അല്ലെങ്കിൽ നമുക്ക് പുതിയ പുതിയ വഴികൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു കാര്യം പറയാതെ വയ്യ, എനിക്ക് ഈ വെള്ളയാണിക്കൽ പാറയിലേക്കുള്ള ഡ്രൈവ് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. റോഡിൽ കൂടെ ഞാൻ ലൈവും കായലും ആറും ഒക്കെ നീന്തി കടന്ന് കയറി. അങ്ങനെ ഫൈനലി എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് ഞാൻ അവിടെ എത്തി. ഈ കാണുന്ന സ്റ്റെപ്പുകൾ കയറിയാണ് നമുക്ക് അവിടെ എത്തേണ്ടത്. മുകളിലെത്തണം. മുകളിലെത്തിയാലാണ് നമുക്ക് ഇവിടുത്തെ ബാക്കി വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. ഇപ്പൊ വളരെ ആരും അങ്ങനെ ക്ലിയർ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. കാരണം ഭയങ്കര കാട് പിടിച്ചൊക്കെ കിടക്കുവാണ്. അതുകൊണ്ട് നമ്മൾ അധികം ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല ഇവിടെ പോകണമെന്നും. പിന്നെ കപ്പിൾസിന് ബെസ്റ്റ് ഏരിയ ആണ് കേട്ടോ. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. അതുകൊണ്ട് അത് നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ പോവാം. പാമ്പേടി കിട്ടിയ എന്നെ ഒന്നും പറയില്ലേ കേട്ടോ. നമുക്കിതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. ഞാനിപ്പോ ആരും കെയർ ടേക്ക് ചെയ്യാനില്ല എന്ന് തോന്നുന്നുണ്ട്. വല്ലാത്തൊരു കാട് പിടിച്ചൊരു വല്ലാത്ത അവസ്ഥയിൽ തന്നെയാണ് കിടക്കുന്നത് ഇവിടെ. സ്റ്റെപ്പ് കയറി വരുമ്പോഴത്തേക്കും ഈ കാട്ടിൽ നിന്ന് വഴി രണ്ടായിട്ട് തിരിയുന്നുണ്ട്. അപ്പം ഏത് വഴി പോയാലും പാമ്പ് കടിക്കും. എന്നാൽ നേരെ പോയി പാമ്പടി കൊള്ളാന്നുള്ള രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴി അങ്ങ് കയറി. പക്ഷെ ഉണ്ടല്ലോ, ഒരു കാര്യം പറയാതിരിക്കാൻ വഴിയില്ല. അതൊക്കെ വന്ന് കയറിയത് ഈ കാണുന്ന സൂപ്പർ വ്യൂ ആണ്. വിജൃംഭിച്ചതായിരിക്കും ഒരിക്കലും വിചാരിച്ചില്ല. വിജൃംഭിച്ചത് അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? ട്രിവാൻഡ്രം കംപ്ലീറ്റ് നമുക്ക് ഈ വ്യൂവിൽ കാണാൻ കഴിയും. അത്രയ്ക്ക് സൂപ്പർ വ്യൂ ആണ്. എന്ത് പറ്റിയെന്നറിയില്ല ഇങ്ങനെ ഒരു പ്ലേസ് ഇങ്ങനെ ആവാൻ കാരണം. ആകെ 2 പിള്ളേരതോ അവിടെ ഇരിപ്പുണ്ട്, വേറെ ആരുമില്ല. അപ്പം ഇതാണ് ഇതിന്റെ ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷെ ഇപ്പോഴും ആ വ്യൂ മനോഹാരിത അത് ഒരിക്കലും ഇല്ലാന്ന് പറയാൻ പറ്റില്ല. നല്ലൊരു പ്ലേസ് ആണ്. പിന്നെ കാറ്റ്, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. അങ്ങനെ ആ മലയുടെ വ്യൂ ഒക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ട് നോക്കിയപ്പോ ഇവിടെ ഒരാളിങ്ങനെ കിടപ്പുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്ക് എന്നെ അങ്ങ് പിടിച്ചില്ല എന്ന് തോന്നുന്നു. അവിടെ നിന്ന് എണീറ്റ് അങ്ങ് പോയി. അപ്പൊ തന്നെ അകലെയായിട്ടൊരു വാട്ടർ ടാങ്കും അതിന് പിന്നിലായിട്ടൊരു വാച്ച് ടവറും കാണുന്നുണ്ട്. എന്തായിരുന്നാലും അതിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു വ്യൂ നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ കഴിയും. ഫുൾ കാട് പിടിച്ച് നശിച്ചു കിടക്കുവാണ് അവിടെ.
വാവ്, ഏതോ മലയാളി വന്നിരുന്നിട്ടുണ്ട് കുറെ നേരം. അതിവിടെ കാണാനുമുണ്ട്. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്. പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. ഇപ്പൊ വാച്ച് ടവറിലോട്ട് പോകുന്ന വഴിയുടെ അവസ്ഥയാണ്. രണ്ട് സൈഡും രണ്ട് വഴികൾ വീണ്ടും പോയിരുന്നുണ്ട്. ഏത് വഴി പോയാലും വീണ്ടും പാമ്പ് കടിക്കും. എന്തായിരുന്നാലും കാടെത്തി കുറഞ്ഞ വഴി നോക്കി ഞാൻ പിടിച്ചു. ഇവിടെ ചെറിയൊരു മുള്ളുവേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ മലയാളികൾ വേസ്റ്റൊക്കെ ഇട്ട് നല്ല കൂട്ടിയിട്ടുണ്ട്. ആ മുള്ളുവേലി എല്ലാം പൊളിച്ചിട്ടേക്കുവാണ്. ഇതാണ് വാച്ച് ടവറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ വലിയ കാര്യത്തിൽ കയറാൻ വന്നതാണ്. അവിടെ എല്ലാം പൂട്ടിയെടുത്ത് ഇത് പോപ്പായി മണിയിലൊക്കെ പ്രണയങ്ങളാണ്. അവിടെ മൊബൈൽ നമ്പേഴ്സും. അയ്യോ, കേറി മേങ്ങേക്കോ ഇവിടത്തെ പിള്ളേർ ഇതില്. ഇവരുടെയൊക്കെ പ്രണയം ഭയങ്കര ശക്തമാണെന്ന്. ഇപ്പോഴും ഇവർക്കൊക്കെ പരസ്പരം കോണ്ടാക്ട് ഉണ്ടോന്ന് എനിക്ക് അറിയില്ല ഏട്ടാ. എന്തായിരുന്നാലും ഇവിടെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും എന്റെ ശ്യാമേ, ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. ശ്യാമും ശ്യാമിന്റെ മൊബൈൽ നമ്പരും പിന്നെ ശ്യാമിന്റെ ഫ്രണ്ട്സിന്റെ ലിസ്റ്റ് എല്ലാം അതിന്റെ അകത്ത് എഴുതി വെച്ച. ഇത് വാച്ച് ടവറിന്റെ അകത്തെ ദൃശ്യമാണ്. ഇത് അവിടെ ജനൽ വഴി എടുത്തതാണ്. കാര്യം കംപ്ലീറ്റ് പൂട്ടി എടുത്തേക്കാണ്. ഇപ്പൊ വാച്ച് ടവർ നമുക്ക് കയറാനൊന്നും കഴിയില്ല. കേറുമ്പോ ഇതായിരുന്നു അവസ്ഥ. അതുകൊണ്ട് പിന്നെ ഇനി കൂടുതൽ പറയേണ്ട കാര്യം ഇല്ലല്ലോ. എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെ ആയെന്ന അവസ്ഥ ഇപ്പൊ ഏകദേശം മനസ്സിലായി. വീണ്ടും മലയാളി. ഇത് കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചു. എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ കാണാൻ കഴിയും. മീൻസ് ബ്രാൻഡി കുപ്പിയുണ്ട്, പിന്നെ നമ്മുടെ ഈ സാധനമുണ്ട്, പിന്നെ എല്ലാ കവറുകളും എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇതിപ്പോ ആക്ച്വലി ഇപ്പൊ ഒരു വല്ലാത്തൊരു ഏരിയ ആയിട്ട് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുവാണെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇതിന്റെ അടുത്തൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നല്ലൊരു വ്യൂവും നമുക്കിവിടെ കാണാൻ കഴിയും. നല്ലൊരു പ്ലേസ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു പ്ലേസ് ആണ്. പക്ഷെ ഇപ്പം ഇതിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. എവിടെ നോക്കിയാലും കാടും ഇതും അങ്ങനെ വല്ലാതൊരു കാട് പിടിച്ച് കിടക്കുവാണ്. ഒട്ടും സേഫ് അല്ല ഇവിടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒട്ടും സേഫ് അല്ല. അതുകൊണ്ട് ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കില്ല. പിന്നെ പോകുന്നവരുണ്ടെങ്കിൽ അറ്റ് യുവർ ഓൺ റിസ്ക് പോവുക. അതിഥികളതായിട്ടുള്ള വീടും സ്ഥലങ്ങളൊന്നും കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചതേ ഇവിടെ തന്നെയുണ്ട് അതിഥിയുടെ വീടിന്റെ സ്ഥലങ്ങളൊക്കെ. ഇതൊക്കെ ഇപ്പൊ വാർപ്പ് കഴിഞ്ഞതേ ഉള്ളൂ എന്ന് തോന്നുന്നു. 1-2 പഴയ വീടുകളാണ്. ബാക്കിയൊക്കെ ഇപ്പൊ വാർപ്പ് കഴിഞ്ഞ് നിൽക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട്. പിള്ളേരുടെയൊക്കെ പ്രണയം ഭയങ്കര ശക്തമാണ് കേട്ടോ. അങ്ങ് മുകളിലൊക്കെ കയറി എഴുതിയേക്കുവാണ്. ഇപ്പൊ രണ്ടിനും കണ്ടാലെങ്കിലും അറിയാൻ മതിയായിരുന്നു. സാധാരണ ഇത്രയും മനോഹരമായ സ്ഥലങ്ങളൊക്കെ കിട്ടിയാൽ കപ്പിൾസ് എങ്കിലും കയറി നിറങ്ങേണ്ടതാണ്. ഇപ്പൊ അവരെ പോലും ഇവിടെ കാണാനില്ല. ഒരു വല്ലാത്തൊരു ഹോണ്ടഡ് ഏരിയ ആയിട്ട് കിടക്കുവാണ് ഇവിടെ. എന്റെ ഒരു ട്രോളിന്റെ വകുപ്പായിരുന്നു ഈ കപ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലേ. അവന്മാരുണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും കയറ്റി വിടായിരുന്നു. ഇപ്പൊ അതും ഇല്ലാതെയായി. നിർത്തി പൊരിക്കട്ടെ. അതോ ചുട്ടെടുക്കണം.
അവിടെ പാറയുടെ മുകളിലുള്ള ഒരു അമ്പലമാണ്. നമുക്ക് അതിന്റെ കുറച്ച് ഷോർട്സ് കാണാം. വന്നല്ലോ. ഞാൻ എന്തേ ഇവരെയൊന്നും കണ്ടില്ല എന്ന് കരുതി. എത്തിയിട്ടുണ്ട് കേട്ടോ, പേടിക്കണ്ട. ഇവിടെ കപ്പിൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ തിരക്കുള്ള സ്ഥലം തന്നെയാണെന്ന് തോന്നുന്നു. പിള്ളേരുള്ള വീടാണ് അത്. ഞാൻ അമ്പലത്തിനടുത്തായിട്ട് കണ്ട ഒരു കാഴ്ചയാണ് ഒരു ഉറവ. അങ്ങനെ അവിടുത്തെ സൗന്ദര്യവും മനോഹാരിതയൊക്കെ ആസ്വദിച്ച് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നുണ്ട്. നമുക്ക് എന്തായിരുന്നാലും അടുത്ത പുതിയൊരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരത്തേക്കും ടാറ്റാ, ബൈ ബൈ.